നൂറിനാട് ജംഗ്ഷനിൽ ലെഫ്റ്റ് ഇതിപ്പോ വീട് ഏതാ അവന്റെ? ചേട്ടാ എന്തോടാ മോനെ? ചേട്ടാ നമ്മുടെ ഈ BHM സ്കൂളിൽ പഠിക്കുന്ന സുമേഷിന്റെ വീട് ഇവിടെ അടുത്തെങ്ങാണ്ടാന്ന് തോന്നുന്നു. എവിടാന്നറിയാവോ? സുമേഷ് +1 പഠിക്കുന്നേ. അതുകൊണ്ട് കാണുന്ന വീടാ, ചെന്ന് കയറിക്കൊടു. താങ്ക്സ് ചേട്ടാ. മോനെ നിന്നെ എന്തുവാ കാര്യം? ഞാൻ അവൻ്റെ കൂടെ പഠിക്കുന്നേ, കമ്പൈൻ സ്റ്റഡിക്ക് പോവാ. എന്നിട്ടാണ് കൂടെ പഠിക്കുന്നതിന്റെ വീടൊന്നും അറിയത്തില്ലേ? അല്ല, കഴിഞ്ഞ ആഴ്ച ക്ലാസ് തുടങ്ങി +1ന്റെ, അതുകൊണ്ടാ. പോട്ടെ എന്നാ, ശരി. സുമേഷ് KP. എടാ വിഷ്ണു, എന്താണ് അവിടെ നിന്ന് കേറി വാടാ. എടാ വീട് കണ്ടുപിടിക്കാൻ ഒരുപാട് ബുദ്ധിമുട്ടിയോ? ഇല്ലടാ. കളറായിട്ടുണ്ടല്ലോ ഡ്രസ്സൊക്കെ. എടാ വാടാ, എന്റെ റൂമിലോട്ടിരിക്കാം. മോനെ, അച്ഛനും അമ്മയും അമ്പലത്തിൽ പോയിട്ട് വന്നില്ലയോ? ഇല്ല കിട്ടണേ ചേട്ടാ. കണ്ടോ അച്ഛന്റെ അമ്മയോടുള്ള ഉത്തരവാദിത്തം കണ്ടോ പുള്ളിയുടെ? ഉത്തരവാദിത്തമാ. ചേച്ചി തുറക്കുന്ന സൗണ്ട് കേട്ടപ്പോഴേ ഞാൻ വിചാരിച്ചു അച്ഛനും അമ്മയും വന്നെന്ന്. എന്റെ ഒരു തോന്നലേ. ഇന്ന് എന്തുവാ കഴിക്കാൻ? തുടരുത് കുട്ടി, ഇത് അച്ഛനും അമ്മയ്ക്കും ഉള്ളതാ, നിനക്കുള്ളത് പിന്നെ തരാം. ശരി അങ്ങോട്ട് മാറിയിരിക്കുക. എടാ വാടാ, നമുക്ക് നമ്മുടെ റൂമിലോട്ടിരിക്കാം, നമുക്ക് പഠിക്കാം. എടാ അങ്ങോട്ട് ഇരിക്കടാ, വന്ന കാലം നിൽക്കാതെ ഇരുന്ന കാലം ഇരിക്കടാ. എന്റെ ഒരു കാര്യം മനസ്സിലായല്ലോ, നമുക്ക് പഠിച്ചു തുടങ്ങാം. എന്റെ ബുക്ക് ഇരിപ്പുണ്ട് കേട്ടോ. പഠിക്കുന്നതിന് മുമ്പ് ശരീരം ഒന്ന് ചൂടാക്കണ്ടായോ? വാമപ്പ്. എവിടെയും പോന്നു, ഓടാനോ ചാടാനോ? പഠിക്കുന്നതിന് മുമ്പ് അതല്ല, ഒന്ന് ചൂടാക്കണ്ടായോന്ന്. കാപ്പി കുടിച്ചിട്ട് എവിടെ പോന്നു? എടാ അതല്ല, മൊത്തത്തിലൊന്ന് സാധനം ഇരിപ്പുണ്ട്, അടിക്കണ്ടായോന്ന്. കള്ളോ? ഞാനൊന്നും അടിക്കത്തില്ല, നാണക്കേടാ. നല്ലതാ, നാണക്കേട് കാണും. അടിയൊക്കെ മറവില്ലല്ലോ, ആര് കാണാനാ? അല്ല വേണ്ട, എനിക്ക് പേടിയാ. സാധനം. അയ്യോ, നിന്റെ അച്ഛനും പോയി കേറി ഒരുപാട് വിഷയോ. അവർ അമ്പലത്തിൽ പോയി ഇപ്പൊ വരുന്നില്ല. എനിക്ക് വേണ്ട, എനിക്ക് വയ്യ. മക്കളെ, അയ്യോ അച്ഛൻ കുപ്പി മാറ്റ. അയ്യോ ഇപ്പൊ വാട എടുക്കുമ്പോ അവര് പിടിക്കും. എടുക്കത്തില്ല, സ്പ്രേ ഒരു വാട എടുക്കത്തില്ല. മോനെ മക്കളെ, ഹരിചന്ദന മലരിലെ മധുവായി ഹരമിളകും മൃഗമദലയമോ. പണിയാവും. തണ്ടപ്പടിയും തള്ളയും വന്നോണ്ട് ഞാൻ പോയി അവരിന്ന് പറ്റിച്ചിട്ട് വരട്ടെ, എന്തെങ്കിലുമൊക്കെ പറഞ്ഞു. ഹരിചന്ദന മലരിലെ മധുവായി ഹരമിളകും മൃഗമദലയമായി പേടിക്കണ്ട, ടെൻഷൻ വല്ലോണ്ടോ? ഹാൻസ് വല്ലതും വേണോ വെക്കാൻ? മോനെ ഉണ്ണി, അച്ഛനും അമ്മ അമ്പലത്തിൽ നിന്ന് ഉണ്ണിയപ്പം കൊണ്ട് തന്നിട്ടുണ്ട്, കഴിക്കാം. കുഴപ്പമില്ല, ഞാൻ സ്ഥിരം പറ്റിക്കുന്നതാ. സിമ്പിൾ മാറ്റ്. അമ്മേ അച്ഛാ അനുഗ്രഹിക്കാം. കുടിച്ചില്ലേ രാവിലെ നീ? കുളിച്ച് അമ്പലത്തിൽ പോയി പ്രസാദം. എന്ത് തന്നെ അച്ഛനും അമ്മയോ, ഇതുപോലൊരു അച്ഛനും അമ്മയും കിട്ടാൻ ഭാഗ്യം ചെയ്യണം. എനിക്ക് ആ ഭാഗ്യം ഇല്ലാതായി പോയി. അമ്മേ അച്ഛാ, ഇത് എന്നോട് പണിയുന്ന കൂട്ടുകാരനാ സുമേഷ്. കുറി തൊട്ട് കൊടുക്ക്. തൊട്ട് നിൽക്കട്ടെ, കട്ടിച്ചാന്ന് പറഞ്ഞു. നന്നായി പഠിക്കണം കേട്ടോ മോനെ. എന്റെ ഉണ്ണിയെ കണ്ടോ? ഇവനെ കണ്ടു വേണം നീ പഠിക്കാൻ. എന്തൊരു സൽസ്വഭാവിയാന്നറിയാവോ? ഏത് സമയം മുറി അടച്ചിരുന്ന് പഠിത്തം മാത്രമേ ഉള്ളൂ, ഒരു കാര്യത്തിനും വെളിയിലോട്ടിറങ്ങത്തില്ല. അതേപോലെ തന്നെ എല്ലാ കാര്യത്തിനും ഞങ്ങളെ നല്ലപോലെ ഇവ നോക്കുന്നേ. ഇവനെ പോലെ വേണം നീ പഠിക്കാൻ കേട്ടോ. ഇവനെ കിട്ടി നമ്മുടെ ഭാഗ്യം ഇല്ലേ ചേട്ടാ? അങ്ങനെ ക്ഷീണിച്ചത് മതി, ആ സമയായിരിക്കണു. അയ്യോ ശിവ മറന്നിരിക്കുന്നു. ഉണ്ണി കഴിച്ചായിരുന്നോ? അമ്മേ ഞങ്ങളെന്നാ അങ്ങോട്ട് പോട്ടെ. നന്നായി പഠിക്കട്ടോ. പഠിക്കണം കേട്ടോ. ശരി എന്നാ. ആവശ്യം പോയി കിട്ടി, ഒന്ന് കേട്ടക്കണം. എടാ ഞാൻ ഒരു കാര്യം പറയട്ടെ. എടാ നീ കാണിക്കുന്നൊക്കെ മോശമല്ലോടാ. നിന്റെ അച്ഛനും അമ്മയും നീ എന്ന് പറഞ്ഞ് മാത്രം ജീവിക്കോ? നീ അവരെ ചതിക്കോടെ കാണിക്കുന്നത്? ഉപദേശത്തിന് പെരുത്ത നന്ദി. അടിക്കാം, സമയമില്ല. എനിക്ക് വേണ്ട. നീ നീ അങ്ങനെ നല്ല കുഞ്ഞാവല്ലേ അങ്ങോട്ട്. നീ അടിച്ച് ഇതൊക്കെ ചുമ്മാ പറയുന്ന, നീ അങ്ങോട്ട് അടിയിടാ. വേണ്ട, എനിക്ക് വേണ്ട. നീ അടിച്ചാൽ മതി. നീ അടിച്ചത് കുഴപ്പമില്ല, ഞാൻ അടിക്കുന്നില്ല, കുഴപ്പമില്ല. വേണ്ട, നിനക്ക് വേണ്ടെങ്കിൽ വേണ്ട, ഞാൻ അടിക്കാൻ പോവാ. ഇതിവന്റെ അച്ഛനെ അമ്മ അറിയിക്കണം. ഇല്ല, അവരോട് ചെയ്യുന്ന ഏറ്റവും വലിയ തെറ്റായിരുന്നു. എടാ ഞാൻ പോവാ കേട്ടോ, ഞാൻ പോവാ. അമ്മ അച്ഛ എന്തോ മക്കളെ? അയ്യോ എന്തോ മുഖം വല്ലാതിരിക്കുന്ന, പനിയുണ്ടോ? അയ്യോ ചൂടുണ്ട്. നമ്മുടെ പോലും
ഞാൻ പോവാ, ഞാൻ പിന്നെ വരാം. അത്യാവശ്യം വീട്ടിലോട്ട് പോകണം. ഷോ എനിക്കിത് അവരോട് പറയാനും പറ്റുന്നില്ലല്ലോ ഈശ്വര. ഞാനിപ്പോ എന്തോ ചെയ്യും? ഇവരുടെ സ്നേഹം കാണുമ്പോൾ എനിക്കിത് അവരോട് തുറന്ന് പറയാനും കഴിയുന്നില്ലല്ലോ ഈശ്വര. ഞാനിനി എന്ത് ചെയ്യും? തുറന്ന് പറഞ്ഞാലോ? വയ്യ, എന്നെക്കൊണ്ട് പറ്റില്ല. ഞാനിത് അവൻ്റെ അച്ഛനും അമ്മയോടും തുറന്ന് പറയാതിരുന്നു കഴിഞ്ഞാൽ അവരോട് ചെയ്യുന്ന ഏറ്റവും വലിയ തെറ്റായിരിക്കും. ആ തെറ്റ് ഞാൻ ചെയ്തുകൂടാ. നാളെ അവൻ എന്തെങ്കിലും സംഭവിച്ചാലോ? ആ അച്ഛനും അമ്മയും കിടന്ന് ഒരുപാട് വിഷമിക്കും. അവരുടെ ശവം ഞാൻ കാണേണ്ടി വരും. ഇല്ല, എനിക്കിതവരോട് പറയണം. എനിക്ക് വേണ്ടി രക്ഷിച്ചേ പറ്റത്തുള്ളൂ. ഞാൻ രക്ഷിക്കും, തുറന്നു പറയും. ഞാൻ പറയാൻ പോവാ. ഇപ്പോഴത്തെ ആ ഒരു വിഷമം കണക്കിലെടുക്കണ്ട. ഇതാ അവൻ്റെ ഭാവിക്ക് നല്ലത്. അച്ഛാ, അമ്മേ, അച്ഛാ, അമ്മേ. അവൻ അറിയാതെ പറയാ നല്ലത്. ആ അച്ഛനും അമ്മയും. അമ്മമ്മേ, എവിടായിരുന്നു കിട്ടുന്നത് ഇത്രയും നേരം? കിട്ടും.